നമ്മോട് കൂടിയുള്ളത് ഓസ്ട്രേലിയ മെൽബണിൽ ആയുർവേദ ക്ലിനിക്ക് നടത്തുന്ന നമസ്കാരം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു സംഭവമാണ് ആയുർവേദം, അതേപോലെ തന്നെ അലോപ്പതി. ആയുർവേദമാണോ നല്ലത്, അലോപ്പതിയാണോ നല്ലത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്. ആയുർവേദം നമുക്ക് എങ്ങനെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായ രീതിയിലും നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലും നമുക്ക് ഡെയിലി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ ജീവിതം ഒന്നും കൂടെ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണിത്. ഇന്ന് നമ്മോട് കൂടെയുള്ളത് ഓസ്ട്രേലിയ മെൽബണിൽ ആയുർവേദ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ സ്റ്റോമിയാണുള്ളത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എന്നോട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. ഡോക്ടറിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? അതെ 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 ഞാൻ ആയുർവേദ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് MD ഇൻ ഇൻറ്റേർണൽ മെഡിസിൻ ആണ്. ഞങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു. നാട്ടിൽ കോട്ടയ്ക്കൽ ഔഷധി, പിന്നെ തൃശ്ശൂർ കുറേ ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ആയുർവേദ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓൺ പ്രാക്ടീസും ഉണ്ടായിരുന്നു. ഒരു ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് നാട്ടിൽ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2017 ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അധികം വൈകാതെ ഇവിടെ ആയുർ ഹെർബ്സ് ക്ലിനിക്ക് ഈസ്റ്റ് മെൽബണിൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഈസ്റ്റ് മെൽബൺ ആണ് സബർബ് വരുന്നത്. അപ്പോൾ നമുക്ക് പൊതുവെ ഒരു ചെറിയ ഡൗട്ട് തോന്നും, നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുമോ, അതോ നിയമപരമാണോ? അതെ, ആയുർവേദ ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആയുർവേദ വരുന്നത് കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സിസ്റ്റത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു സ്കിൽ അസസ്മെൻ്റ് ഉണ്ട്. ആ സ്കിൽ അസസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇൻഷുറൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതെല്ലാം ചെയ്യണം. ഒരു അസോസിയേഷൻ, നമ്മളൊരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് വേണം. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം. ഇത് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വന്നു, ഇതിന് ശേഷം നമ്മളിതിന് വേണ്ട മെമ്പർഷിപ്പും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം മരുന്ന് ഇവിടുന്ന് കിട്ടും, നമുക്ക് ചികിത്സിക്കാമല്ലോ. അപ്പോൾ ഓസ്ട്രേലിയയിലും അതിൻ്റേതായ ഒരു റൂൾസ് ഉണ്ട്. ഓസ്ട്രേലിയയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറേ സെറ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അത് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയയിൽ നമ്മൾ കുറച്ച് ഡോക്ടേഴ്സ് കൂടിയിട്ട് ഒരു ആയുർവേദ മെഡിസിൻസ് നമുക്ക് മാനുഫാക്ചർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറേ ഒരു നല്ല ക്വാളിറ്റി വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള തൈലങ്ങൾ അതെല്ലാം നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ ആ സെയിം തൈലങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ കോട്ടയ്ക്കൽ വൈദ്യരത്നം അങ്ങനെയുള്ള മെഡിസിൻസ് ആണ് തൈലങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ക്വാളിറ്റി അല്ലെങ്കിൽ സെയിം സെറ്റ് ഓഫ് മെഡിസിൻസ് തന്നെ നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. അലോപ്പതിയെയും ഈ നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ആയുർവേദം ചെയ്ത് ഭയങ്കര സ്ലോ അല്ലേ, പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാറില്ല. പലപ്പോഴും നമ്മൾ അലോപ്പതിയിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ക്വിക്കായിട്ട് കിട്ടാറുള്ളത്, പലപ്പോഴും അത് ഫിക്സ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ആയുർവേദവും അലോപ്പതിയും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആയുർവേദത്തെ എങ്ങനെയാണ് അലോപ്പതിയിൽ നിന്നും നിങ്ങൾ യുണീക്കായിട്ട് തരംതിരിക്കുന്നത്? ഇപ്പോൾ ജിൽസിൻ്റെ ആക്ച്വലി ക്വസ്റ്റ്യനിൽ തന്നെ അതിനുള്ള ഒരു 2 ആൻസർ ഉണ്ട്. അതായത് അലോപ്പതി വെസ്റ്റേൺ മെഡിസിൻ ക്വിക്ക് ഫിക്സ്, ഓക്കെ, ആയുർവേദ യുണീക്ക്. ഈ 2 ആൻസേഴ്സ് തന്നെയാണ് നമ്മുടെ മെയിൻ. അതായത് നമുക്ക് വെസ്റ്റേൺ മെഡിസിൻ നമുക്ക് എല്ലാവർക്കും വേണം, നമുക്ക് കുറേ കണ്ടീഷൻസിൽ വേണം. മോസ്റ്റ്ലി അക്യൂട്ട് കേസസിലെല്ലാം നമുക്ക് വെസ്റ്റേൺ മെഡിസിൻ വേണം. ആയുർവേദ കുറച്ചും കൂടെ ക്രോണിക് കേസസിൽ ആയുർവേദ നല്ല ബെനിഫിഷ്യലാണ്. അതേപോലെ തന്നെ ആയുർവേദ കാണുന്നത് ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി ആൻഡ് മൈൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അത് എല്ലാവരും യുണീക്ക് ആണെന്നാണ് ആയുർവേദ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വന്നാൽ നമുക്ക് സെയിം സെറ്റ് ഓഫ് മെഡിസിൻസ് അല്ല എല്ലാവർക്കും. ഓരോരുത്തരും യുണീക്കാണ്. അവർക്ക് എല്ലാവർക്കും അവരുടെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ടുള്ള സ്പെസിഫിക് മെഡിസിൻസും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സും എല്ലാം ആണ്. ഇപ്പോൾ ജിൽസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണെങ്കിൽ നമുക്ക് ആയുർവേദിക് മെഡിസിൻ നമുക്കൊരു
നമ്മളൊരു റൂട്ട് കോസിനെയാണ് അസസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കതിന് കുറച്ചും കൂടെ ടൈം എടുക്കുന്നത്. പിന്നെ നമ്മളൊരു പെട്ടെന്ന് നമുക്കൊരു പെനഡോൾ കഴിച്ചാൽ കിട്ടുന്ന അത് നമ്മൾ പെട്ടെന്ന് ഇഫക്റ്റും ഉണ്ട്, അതേപോലെ തന്നെ അത് പിന്നെ തിരിച്ചു വരാനും ചാൻസസ് ഉണ്ട്. നമ്മൾ ആയുർവേദിക് ഹെർബ്സോ ട്രീറ്റ്മെൻറ്റോ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റൂട്ട് കോസ് ആയതുകൊണ്ട് തന്നെ നമ്മളത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട്സ് ഉണ്ട് അതിന്. നമ്മൾ പെട്ടെന്ന് അതിപ്പോൾ ഒരു പെയിൻ വന്നു, നമ്മൾ എന്തെങ്കിലും മസാജ് ചെയ്തു, അത് തിരിച്ചു വരും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഷോൾഡർ പെയിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ചസ്, അത് കഴിഞ്ഞിട്ടുള്ള പോസ്ചർ മെയിൻ്റനൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആയുർവേദം ഒരു ലോങ് ലാസ്റ്റിംഗ് അതേപോലെ തന്നെ റൂട്ട് കോസ് ക്ലിയറിങ് ഒരു തെറാപ്യൂട്ടിക് സിസ്റ്റമാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിരിക്കുന്ന ഒരുപാട് മലയാളികൾ നേഴ്സുമാരാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രമല്ല, ഓൾ ഓവർ വേൾഡ് നമ്മൾ ഒരുപാട് ആൾക്കാർ നേഴ്സിംഗ് ഫീൽഡ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഫീൽഡ് ഇപ്പം IT ഫീൽഡ് ചെയ്യുന്നവരുണ്ട്, അവരെല്ലാവരും ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന വ്യത്യസ്തപ്പെട്ടുള്ള ജോലികളാണ്. ചില ആൾക്കാർ ഒരുപാട് നേരം നിൽക്കുന്ന ജോലികളാണ്, ചില ആൾക്കാർ ഒരുപാട് ഇരുന്ന് ചെയ്യുന്ന ജോലികളാണ്. ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിന് അത്രയ്ക്ക് യോജിച്ചതായിരിക്കില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും കണ്ടിരിക്കുന്ന ഗ്യാസ്, അങ്ങനത്തെയുള്ള ഒരുപാട് ഡൈജഷൻ പ്രശ്നങ്ങൾ, എക്കളെടുക്കുക, പിന്നെ മൗത്തിൽ സ്മെല്ല് വരുന്ന ആൾക്കാർ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണ് വരുന്നത്? അതെങ്ങനെ നമുക്ക് അത് എന്തിൻ്റെയും ഒരു മീൻസ് ഒരു സിഗ്നലാണോ, അതോ നമുക്കത് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കാനുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? ഞാനത് നമ്മളൊരു ഡിസീസ് ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസീസ് പറയുന്നതിനേക്കാളും മുമ്പായിട്ട് ഞാൻ ആയുർവേദത്തിൻ്റെ ഒരു കുറച്ചൊരു ഫണ്ടമെന്റൽ ബേസിക്കും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട് പറയാൻ. കേൾക്കുന്നവർക്കും എളുപ്പമുണ്ട്. അതെ, അവർക്ക് മനസ്സിലാക്കാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതായത് ഇപ്പോൾ ആയുർവേദ എന്താണെന്ന് നമ്മൾ മലയാളീസിനോട് പ്രത്യേകം പറയേണ്ട അധികം ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. കേരളത്തിൽ നിന്നാണോ ഈ ആയുർവേദം ശരിക്കും തുടങ്ങിയത്, അതോ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കേരളത്തിലാണ് ശരിക്കും ആയുർവേദം അതിൻ്റെ ഒരു പ്യുവറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ കുറച്ചും കൂടെ ചിലപ്പോൾ വെസ്റ്റേൺ മെഡിസിനിൽ ഒരു മിക്സ് ചിലപ്പോൾ വരാം. പക്ഷേ ജഗതി ഒരു പടത്തിൽ മറ്റേ എന്താ പറയുന്നത് പെനഡോൾ മിക്സ് ചെയ്ത് അതെ, നമ്മൾ കേരളത്തിൽ അത് ചെയ്യാറില്ല, കാരണം അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, പിന്നെ അതിൻ്റെ ഒരു ആയുർവേദത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാതം, പിത്തം, കഫം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അതാണ് ആയുർവേദത്തിൻ്റെ 3 ദോഷാസ് അല്ലെങ്കിൽ 3 എനർജി ഫോഴ്സസ് എന്ന് പറയുന്നത്. ഈ എനർജി ഫോഴ്സസിൻ്റെ ഒരു ഇംബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ് നമുക്ക് ഡിസീസസ് ഉണ്ടാക്കുന്നത്. ഈ 3 എനർജി ഫോഴ്സസും ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്കൊരു ഹെൽത്തി സ്റ്റേജ് എന്ന് പറയാം. പിന്നെ ഞാനൊരു 2 ടെർമിനോളജീസും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെ. പ്രകൃതി ആൻഡ് വികൃതി. ഓക്കെ, പ്രകൃതി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഒരു നാച്ചുറൽ ഇൻബോൺ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളെല്ലാവരും ആയുർവേദ പറയുന്നത് നമ്മളെല്ലാവരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡയറ്റും ലൈഫ് സ്റ്റൈലും എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ് ഫോളോ ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഈ വാത, പിത്ത, കഫത്തിൻ്റെ പ്രൊപ്പോർഷൻ ഡിഫറെൻ്റ് ആയിരിക്കും നമ്മളിൽ എല്ലാവരിലും. അതാണ് നമ്മളെ എല്ലാവരെയും യുണീക്ക് ആക്കുന്നത്. അതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടെർമിനോളജിയാണ് വികൃതി. അതായത് നമ്മുടെ ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഏജിങ് പ്രോസസ്സ്, ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഈ ദോഷാസിന് വരുന്ന ഇംബാലൻസസ്, അതാണ് നമുക്ക് ഡിസീസസ് ഉണ്ടാക്കുന്നത്. അതിനെയാണ് വികൃതി. അതായത് നമ്മുടെ കറൻറ്റ് ഇംബാലൻസ് എന്താണ്? ഒന്ന് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഉള്ള നമ്മുടെ ഈ ദോഷാസിൻ്റെ ഒരു പ്രൊപ്പോർഷൻ, ഒന്ന് നമ്മുടെ കറൻറ്റ് ഇംബാലൻസ്. നമ്മളിപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറുടെ അടുത്തൊരു കൺസൾട്ടേഷന് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയും വികൃതിയും ഈ 2 ഫാക്ടേഴ്സും കൂടെ അവർ കമ്പൈൻ ചെയ്ത് നോക്കി എന്നിട്ടാണ് ഒരാൾക്ക് എന്ത് ഡയറ്റാണ് കൊടുക്കേണ്ടത്, എന്ത് ലൈഫ് സ്റ്റൈലൊക്കെയാണ് എന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രകൃതി എന്ന് പറഞ്ഞൊരു ഇത് ഭയങ്കര പവർഫുള്ളാണ്. കാരണം പറയാൻ കാര്യം നമ്മൾ എന്താണ്, നമ്മൾ ആരാണ്, പിന്നെ നമ്മുടെ ഡയറ്റ്, നമുക്ക് വേണ്ട ബെസ്റ്റ് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ ഡിസീസസ് വരാം അതിനെ പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ഫാക്ടറാണ് പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഇൻബോൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ജിൽസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ഈ ഡൈജസ്റ്റീവ് ഇഷ്യൂസിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് ബ്ലോട്ടിംഗ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ, ഇത് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ വാതം എന്ന് പറഞ്ഞ ഒരു എനർജി ഫോഴ്സ്, അതിൻ്റെ ഒരു ഇംബാലൻസ് കൊണ്ടാണ് ഈ ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ഇഷ്യൂസ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഹിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ താഴേക്ക് പോകേണ്ടിയിരുന്ന ഒരു
എനർജി ഫോഴ്സ് അത് മുകളിലേക്ക് പോകുന്നു. അതിനെയാണ് അതിൻ്റെ ഒരു റിവേഴ്സ് ഡിറക്ഷൻ. അതും നമുക്ക് ഈ വിൻഡ് അല്ലെങ്കിൽ വാത്ത ഇതിന് പറയാം. അതിൻ്റെ ഒരു ഇംബാലൻസ് ആയിട്ട് പറയാം. പിന്നെ ഞാൻ വേറൊരു ഫീച്ചർ ഉള്ളത്, അതായത് നമ്മളിപ്പോൾ ഈ വാത്തം, പിത്തം, കഫം ഉണ്ടല്ലോ, ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരെല്ലാം നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് അസസ് ചെയ്യാൻ പറ്റും ശരിക്കും. ഇപ്പോൾ ഒരു വാത്ത ബോഡി ടൈപ്പ്, നമ്മളിതാണ് ഈ ഡിഫറെൻറ്റ് ബോഡി ടൈപ്സ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു വാത്ത ബോഡി ടൈപ്പ് ഉള്ള ഒരു ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വാം വെതർ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അവരുടെ ബോഡി കോൾഡ് ആയിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് കാലും കൈയും ഒക്കെ, ഇപ്പോൾ ഒരു പാം അല്ലെങ്കിൽ ഫീറ്റ് ഒക്കെ കുറച്ചും കൂടെ തണുപ്പ് കൂടുതലായിരിക്കും. ചില ആൾക്കാരുണ്ട്. അതെ. അവർക്ക് ചിൽ ബ്ലെയിൻസ് ഒക്കെ, നമ്മുടെ മെൽബണിലൊക്കെ ചിൽ ബ്ലെയിൻസ് ഒക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ അവർ മെൻ്റൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ ആങ്ഷ്യസ് ആണ്. പിന്നെ അവർക്കാണ് ഇപ്പോൾ ഈ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ആണെങ്കിൽ ഇപ്പം നമ്മുടെ മെൽബൺ സ്ഥലം ആക്ച്വലി വിൻഡാണ്, വാത്ത പ്രിഡോമിനൻ്റ് സ്ഥലമാണ്. അതുകൊണ്ടാണ്, കാരണം മെൽബൺ കോൾഡ് ആൻഡ് ഡ്രൈ ആണ്. ഈ വാതത്തിൻ്റെ ഫീച്ചേഴ്സ് കോൾഡ് ആൻഡ് ഡ്രൈ ഫീച്ചേഴ്സ് ആണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഇവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ പിള്ളേർക്ക് കൂടുതൽ എക്സിമ പോലെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ കാണുന്നത്. ഡ്രൈനെസ് ആണ് ഇവിടെ കൂടുതലും. ഡോക്ടർ പറഞ്ഞില്ലാരും ക്വീൻസ്ലാൻഡിന് വിടുന്നത്. ക്വീൻസ്ലാൻഡിലും ഉണ്ട്. ക്വീൻസ്ലാൻഡിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി. അത് ഞാൻ രണ്ടാമത് പറയാൻ പോകുന്ന പിത്ത, ഫയർ ബോഡി ടൈപ്പ് ഉണ്ട്. ഈ ഫയർ ബോഡി ടൈപ്പ് എന്ന് വെച്ചാൽ അവർ വാം ബോഡിയാണ്. അവർക്ക് മെൽബണാണ് കൂടുതൽ ഇഷ്ടം. അവർക്ക് അതുകൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളും പല ഓരോ ദോഷാസ് ഉണ്ട്, ഓരോ എനർജി ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ അതുപോലെ കഫ, ഇപ്പോൾ പിത്ത ഫയർ ബോഡി ടൈപ്പിന് ഞാൻ കുറച്ചും കൂടി ഒരു ഫീച്ചേഴ്സ് പറഞ്ഞാൽ അവർ കുറച്ചും കൂടെ ഡ്രിവൺ, ഫോക്കസ്ഡ് ആണ്, കോമ്പറ്റേറ്റീവ് ആണ്. പിന്നെ അവർക്ക് വാം ബോഡിയാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസ് വരാൻ ചാൻസസ് കൂടുതലാണ്. സൊറിയാസിസ് പോലെയുള്ള ഇഷ്യൂസ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിൻഡ് ബോഡി ടൈപ്പ് ആണെങ്കിൽ അവർക്ക് എയ്ക്സ് ആൻഡ് പെയിൻസ്, തണുപ്പ് വരുമ്പോൾ ജോയിൻറ്റ് പെയിൻസ്, അങ്ങനെയുള്ള ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. കഫ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ എന്താ പറയുക, അവർക്ക് ഒബീസിറ്റി വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ വെയിറ്റ് ഗെയിനിങ്, ഒബീസിറ്റി. പിന്നെ എന്താ പറയുക, ഒരു സ്ലഗ്ഗിഷ്നെസ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഭയങ്കര സ്ലഗ്ഗിഷ്, അല്ലെങ്കിൽ ഹോൾ ബോഡി നമുക്കൊരു മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെയാണ് കഫ ബോഡി ടൈപ്പിന് ഇംബാലൻസ് വന്നാൽ വരാൻ ചാൻസസ്. ബ്ലോട്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂസ് പറയുകയാണെങ്കിലും നമ്മൾ ഇതിന് ഓരോ ബോഡി ടൈപ്പിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു ഡയറ്റും ലൈഫ് സ്റ്റൈലും വരുന്നത്. ജനറലൈസ്ഡ് ഒരു സജഷൻ പറയാൻ ആയുർവേദത്തിൽ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളിപ്പോൾ പറയുന്നത് ഒരു എന്താ പറയുക, ഓരോരുത്തരുടെയും ഫോക്കസ്ഡ് ആയിട്ടുള്ളതല്ല. എന്നാലും നമ്മളൊരു ഡൈജഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കി എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യലാണ്. ബ്ലോട്ടിങ് കുറേ പേർക്ക് വരുന്നതിൻ്റെ ഒരു റീസൺ ലേറ്റ് നൈറ്റ് ഡിന്നറാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ മലയാളീസിന് അല്ലെങ്കിൽ ഇന്ത്യൻസ് കുറച്ചും കൂടെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റ് നൈറ്റ് ഡിന്നറാണ്. നമ്മൾ ഡിന്നർ കഴിക്കാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് പിന്നെ നമ്മൾ കിടക്കാൻ ലേറ്റ് ആവുന്നു. നമ്മൾ ആയുർവേദത്തിൽ കിടക്കാൻ ലേറ്റ് ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു ഇൻഡൈജഷൻ, ആ ഇൻഡൈജഷനെയാണ് ആയുർവേദത്തിൽ ആമ അല്ലെങ്കിൽ ടോക്സിൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഇൻഡൈജഷൻ കൊണ്ട് നമുക്കൊരു ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ബോഡി ടൈപ്പിനനുസരിച്ച് എവിടെയാണോ വീക്ക്നെസ് ഉള്ളത് അവിടെ സെറ്റിൽ ചെയ്ത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഈ വാത ബോഡി ടൈപ്പുകാർക്ക് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഈ ബ്ലോട്ടിങ്ങും കോൺസ്റ്റിപ്പേഷനും വരാൻ ചാൻസസ് കൂടുതലുണ്ടെങ്കിൽ ഈ ഇൻഡൈജഷൻ അവർക്കുണ്ടാക്കുന്നത് അവിടെ ബ്ലോട്ടിംഗ് ആയിരിക്കാം, കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം. പിത്ത അല്ലെങ്കിൽ ഫയർ ബോഡി ടൈപ്പുകാർക്ക് ഈ സെയിം ഇൻഡൈജഷൻ സ്കിൻ ഇഷ്യൂസ് വരുത്താം. അതല്ലെങ്കിൽ IBS, ഇറിറ്റബിൾ ബവൽ ഇഷ്യൂസ് പോലെയുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ലൂസ് ടൂൾസ് അതുണ്ടാക്കാം. കഫ ബോഡി ടൈപ്പ് ആണെങ്കിൽ അവർക്ക് പിന്നെ കുറച്ച് ഒരു ഫുഡ് കഴിക്കാനേ തോന്നില്ല, വിശപ്പില്ല, അല്ലെങ്കിൽ സ്ലഗിഷ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഒന്ന് നേരത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ബ്ലോട്ടിങ്ങിൻ്റെ പ്രിവെൻഷൻ. പിന്നെ നമ്മൾ സാധാരണ എനിവേ ക്യൂമിൻ അല്ലെങ്കിൽ ഫെനൽ, നമ്മുടെ ജീരകം, പെരുംജീരകം അങ്ങനത്തെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇട്ടിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ അജ്വൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ ലൈഫ് സ്റ്റൈലാണ് കുറച്ചും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, ജിഞ്ചർ അങ്ങനത്തെ ഫീച്ചർ ഇതൊക്കെ കഴിക്കുന്നത്. പക്ഷേ അതിലത് കഴിഞ്ഞ് കണ്ടിരിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ ഈ സാധനമൊക്കെ ഇട്ട് എന്താ പറയുന്നത്, വെള്ളം ചൂടാക്കും, ഒരാഴ്ചയൊക്കെ ചൂടാക്കും, 2 ആഴ്ച ചൂടാക്കും, മൂന്നാമത്തെ ആഴ്ച മുതൽ
കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രം കുടിച്ചത് കൊണ്ടൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും ആവുന്നില്ല. അതൊക്കെ നമ്മുടെ ഒരു ഏർലി സ്റ്റേജസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂ വന്നു, അത് ഫിഗർ ഔട്ട് ചെയ്യാൻ ഓക്കെയാണ്. ഒരു ക്രോണിക് ബ്ലോട്ടിങ് കേസസിലേക്ക് വരുമ്പോൾ അതൊന്നും നമുക്ക് അത് കുടിച്ചത് കൊണ്ടൊന്നും മാറുന്നില്ല. അത് ഒരു ക്രോണിക് കേസ് നമ്മൾ ബെറ്റർ ആക്കി എടുക്കണമെങ്കിൽ നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പോൾ ഒരു ആയുർവേദ ഒരു ഡിസീസിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിന് 4 കാര്യങ്ങളാണ്, 4 സ്റ്റെപ്സാണ് പറയുന്നത്. ഒന്ന് ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, അടുത്തത് 2 ഹെർബ്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനത്തെ 4 ഫാക്ടേഴ്സാണ്. അതിലിപ്പോൾ ഒരു കുറച്ച് നമുക്കൊരു എന്താ പറയുക, റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറ്റ് ലൈഫ് സ്റ്റൈലും കൊണ്ട് മാത്രം ശരിയാക്കാം. ഇനി അതല്ലെങ്കിൽ 3rd സ്റ്റെപ്പ് നമുക്ക് ഹെർബ്സ് വേണം. അതും പോരാത്ത അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണം. ഈ 4 സ്റ്റെപ്സും നമ്മൾ ചെയ്താലാണ് ചില കേസസിൽ നമുക്ക് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ചിലപ്പോൾ ഇത് തന്നെ ഈ ഹെർബ്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, ഈ 3rd and 4th ഫാക്ടർ, അത് നമുക്ക് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. കുറച്ച് നാൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കിത് ബെറ്റർ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു ലേറ്റ് നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ജീരകവെള്ളം മാത്രം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് എക്സസൈസ്. നമ്മുടെ ബോഡിക്ക് ഡൈജഷന് മൂവ്മെൻ്റ് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഉടനെ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന് TV കാണുക, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ ഐസ്ക്രീം കഴിക്കുക, തണുത്ത സാധനങ്ങൾ, ബ്ലോട്ടിംഗ് ഉള്ളവരൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തണുത്ത സാധനങ്ങൾ കഴിക്കരുത്. ഡൈജഷന് വേണ്ടത് വാംത്ത് ആണ്. അപ്പോൾ നമ്മളൊരു വാം ഡ്രിങ്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഡൈജഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അത് വേറൊരു കാര്യമാണ് ബ്ലോട്ടിങ് വരാൻ. പിന്നെ വേറൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൂവ്മെൻ്റ് ഇല്ല. ഒരു കുറച്ചെങ്കിലും നമ്മളൊന്ന് ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മൾ ഡെയിലി ഒന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡൈജഷൻ മച്ച് ബെറ്റർ ആവും. പിന്നെ വേറൊരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫാക്ടർ സ്ട്രെസ്സാണ് ഞാൻ മോസ്റ്റ്ലി കണ്ടിരിക്കുന്നത്. നമുക്കൊരു ഗട്ട് ബ്രെയിൻ കണക്ഷൻ ഉണ്ട്, വേഗസ് നെർവ് കണക്ഷൻ, ഗട്ട് ബ്രെയിൻ കണക്ഷൻ. നമ്മുടെ എന്ത് സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്ട്രെസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹൗ ഡു വി മാനേജ് ഇറ്റ്. നമ്മൾ ആ സ്ട്രെസ് മാനേജ്മെൻറ്റ് ബെറ്ററായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ഗട്ടിൽ ഇഷ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈഡ് റേഞ്ച് ഓഫ് കോസസ് ഉണ്ട് അതിന്. പക്ഷെ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ സമയത്ത് ഫുഡ് കഴിക്കുക, അതായത് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക, ഡൈജഷൻ എളുപ്പമുള്ള ഫുഡ് കഴിക്കുക. ഇതാണ് നമുക്ക് ലോങ് ടൈമിലേക്ക് നമ്മുടെ ബോഡി കീപ്പ് ചെയ്യാനും ഗട്ട് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും മെയിനായിട്ടുള്ള. ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക. അതെ അതെ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോഴാണ്, സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത് ഒരുപാട് ആൾക്കാർക്ക് തലവേദന, മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് എന്തിൻ്റെയും സിംറ്റംസ് ആണോ? അത് നമുക്ക് വീട്ടിലെങ്ങനെ ചെറിയ റെമഡീസ് ഉണ്ടോ അതിനായിട്ട് മാറ്റാനായിട്ട്? അതെ, ഇപ്പോൾ ഹെഡ് ഏക്സിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഹെഡ് ഏക്ക് ഉണ്ട്. ഒന്ന് ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒരു ആയുർവേദത്തിലൊരു ഫയർ റിലേറ്റഡ് കാര്യമാണ്. ഞാൻ എഗെയിൻ റൂട്ടീനിലേക്ക് തന്നെ വരേണ്ടി വരും മൈഗ്രെയിൻ്റെ കേസിൽ. കാരണം മൈഗ്രെയിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് കുറച്ച് പോസിറ്റീവ് ഫാക്ടേഴ്സ് കണ്ടിരിക്കുന്നത് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതാണ്. നമുക്ക് ഇറഗുലാരിറ്റി ഇൻ ദ റൂട്ടീൻ അത് കുറേ നാളുകളായി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ വരാൻ ചാൻസസ് കൂടുതലാണ്. അത് തന്നെ ഒരു പിത്ത ഫയർ ബോഡി ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് അത് കൂടുതലായിരിക്കും. അതേപോലെ നമുക്ക് ലേഡീസിനൊക്കെ ആണെങ്കിൽ ചിലപ്പം മെനോപോസ് ഏജിൽ ഈ മൈഗ്രെയിൻ വരാൻ ചാൻസസ് കൂടുതലുണ്ട്. ഒന്ന് ഹോർമോണൽ ഇംബാലൻസ്. ആയുർവേദത്തിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് പിത്ത ഫയർ ബോഡി ടൈപ്പിൻ്റെ ഇംബാലൻസസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക, റൂട്ടീൻ ഫോളോ ചെയ്യുക, അതൊരു കാര്യം. പിന്നെ ഒന്ന് നമുക്ക് നല്ലപോലെ വെള്ളം കുടിക്കാത്ത ഡീഹൈഡ്രേഷൻ മൈഗ്രെയിനെ കൂടുതലാക്കുന്ന കാര്യമാണ്. പിന്നെ ഹീറ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ഫുഡ്, ആൽക്കഹോൾ, കോഫി, ടീ, കൂടുതൽ സ്പൈസി ഫുഡ്, ഇങ്ങനത്തെ ഹീറ്റിംഗ് ആയിട്ടുള്ള എന്ത് കാര്യവും മൈഗ്രെയിനെ ട്രിഗർ ചെയ്യാം. എഗെയിൻ സ്ട്രെസ് ട്രിഗർ ചെയ്യാം. അതിന് നമുക്ക് പിന്നെ വേറൊരു കാര്യമാണ്, നമുക്കിപ്പോൾ ചിലർക്ക് ഓൾറെഡി ഒരു ഹെഡ് ഏക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഹെഡ് ഏക്ക് വരാൻ ഇപ്പോൾ ഡീഹൈഡ്രേഷൻ കൊണ്ട് ഹെഡ് ഏക്ക് വരുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് മൈഗ്രെയിനിലേക്ക് ട്രിഗർ ചെയ്യാം. കാരണം ഈ നമുക്ക് ആ ഓൾറെഡി ഒരു ഹെഡ് ഏക്കിന് ഒരു ടെൻഡൻസി ഉള്ളവർ ഈ കിടപ്പുണ്ട്. അതെ, അതൊരു ഇംബാലൻസ് ഉണ്ട്. അതാണ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ദോഷാസിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ, അതായത് ഈ വിൻഡ് അല്ലെങ്കിൽ ഫയർ, വാത, പിത്ത, ഈ 2 ബോഡി ടൈപ്പുകാർക്കാണ് മൈഗ്രെയിൻ ഹെഡ് ഏക്സ് വരാൻ ചാൻസസ് കൂടുതൽ. പിന്നെ
പിന്നെ വേറൊരു കാര്യമാണ് നെക്ക് ആൻഡ് ഷോൾഡർ, നമ്മുടെ നെക്കിൻ്റെ സ്റ്റിഫ്നെസ്. ഈ നെക്ക് സ്റ്റിഫ്നെസ് ഓൾറെഡി ഉണ്ടെങ്കിൽ അവർക്ക് ഈ തലയുടെ ബാക്കിൽ നിന്ന് ഹെഡ് ഏക്ക് ഇങ്ങനെ പതുക്കെ ട്രിഗർ ആവും, പിന്നെ അത് മൈഗ്രെയിനിലേക്ക് വരും. അപ്പോൾ ഈ നമുക്ക് ഇപ്പോൾ മൈഗ്രെയിൻ്റെ കേസസിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം റൂട്ടീൻ കറക്റ്റ് ചെയ്യുക. നമ്മൾ വെള്ളം നല്ലപോലെ 2 liters വാട്ടർ കുടിച്ച് പ്രോപ്പർ ഹൈഡ്രേറ്റഡ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ ഒരു ഫാക്ടറാണ് നമ്മുടെ നെക്ക് ആൻഡ് ഷോൾഡർ റിലീസ് ചെയ്യുക. അതായത് ഭയങ്കര നല്ലപോലെ ടൈറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർ പ്രൊഫഷണൽ നമ്മൾ മസാജസ് എന്തെങ്കിലും ചെയ്തിട്ട് ഒന്ന് റിലീസ് ചെയ്യണം. ആ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം പോസ്ചർ മെയിൻ്റനൻസ് ഒരു കാര്യം. അതേപോലെ തന്നെ നമുക്ക് സ്ട്രെച്ചസ് ചെയ്യുന്നത്, ഇപ്പോൾ നെക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സിമ്പിൾ നെക്ക് ഫോർവേഡ് ബാക്ക്വേർഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ്, പിന്നെ ഇങ്ങനെ ടുവേഴ്സ് ദ ഷോൾഡർ, ഇങ്ങനത്തെ സ്ട്രെച്ചസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ മസിൽ നമ്മൾ റിലീസ് ആയി തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് കുറേ കാര്യം ഇപ്പം നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു 50% നമ്മുടെ കയ്യിലാണ്. നമ്മളാണ് അതിനെ എങ്ങനെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണോ അതോ അതിനെ വേഴ്സ് ആക്കണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് ആയുർവേദത്തിൻ്റെ വലിയൊരു കാര്യം. നമ്മൾ തന്നെയാണ് ഒരു പരിധി വരെ നമ്മുടെ അസുഖവും അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം ഹെൽത്തി ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സയൻസ് ഓഫ് ലൈഫാണ്. നമുക്ക് ഒരു ആയുർവേദിക് ഒരു ടാബ്ലറ്റ് കഴിച്ച് എന്തെങ്കിലും നമുക്ക് ബെറ്റർ ആക്കി എടുക്കാം, എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ വിചാരിക്കുന്നവർക്ക് ആയുർവേദ ഭയങ്കര ഒരു നമുക്കത് അത്ര ഇൻട്രസ്റ്റിംഗ് സയൻസ് ആവണം എന്നില്ല. പക്ഷേ എനിക്ക് എന്തുമാത്രം മെഡിസിൻ കുറവ് കഴിക്കാം, എന്നിട്ട് എനിക്ക് എന്നെ എങ്ങനെ ഹെൽത്തി ആക്കി നമുക്ക് കീപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നവർക്ക് ആയുർവേദ ഇസ് സച്ച് ആൻ വണ്ടർഫുൾ സയൻസ് ഹെൽത്ത്. പിന്നെ അതൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേഴ്സുമാരായിട്ടുള്ള ആൾക്കാർ, ലേഡീസിനെ കൂടുതൽ പറയുന്നത്, ലേഡീസ് ആയാലും ജെൻസ് ആയാലും എന്ന് വെച്ചാൽ നേഴ്സുമാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ IT വർക്ക് ചെയ്യുന്ന ഇൻ്റർനാഷണൽ മൾട്ടി കമ്പനികളിൽ ജോലി ചെയ്യുന്നത്, മൾട്ടിനാഷണലിന് വേണ്ടി ജോലി ചെയ്യുന്ന അവർക്ക് ടൈമിങ് ഡിഫറെൻറ്റാണ്. ചിലർ മിഡ് നൈറ്റ് തുടങ്ങുന്നവരുണ്ട്, ചിലർ മിഡ് നൈറ്റ് ആകുമ്പോൾ കഴിയുന്നവരുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് അത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. മീൻസ് നമ്മുടെ ഈ നേരത്തെ കിടക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് എങ്ങനെയാണ് ഈ സംഭവം? അതെ ഈ നേരത്തെ കിടക്കുക എന്ന് പറയുന്നത് അതിലും നമുക്ക് ഇതുണ്ട്. അതായത് നമ്മുടെ മെയിനായിട്ട് റൂട്ടീനാണ്. അതായത് നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ ആയുർവേദ സജസ്റ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ഒരു കാര്യമൊക്കെയാണ്. അതായത് ഇപ്പോൾ ഒരു 4 o'clock 5 o'clockന്. പക്ഷേ അതൊന്നും ശരിക്കും ഒരു 10 o'clock to 10 PM to 6 AM അതാണ് നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനിയിപ്പോൾ കുറേ പേര് നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവരോട് പൊതുവേ ഞാൻ അവരോട് സജസ്റ്റ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്നത് പോലെ ഇപ്പം എപ്പോഴും നൈറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിനൊരു റൂട്ടീനുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് വരുന്നവരാണെങ്കിൽ അവർ അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1 week ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും. ദാറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഞാൻ നഴ്സുമാർക്ക് കണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 1 month പിന്നെ അവർക്ക് നൈറ്റ് ഇല്ല, അങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ 1 month നമ്മൾ ബെറ്റർ ആക്കി എടുക്കുക. കാരണം നമ്മൾ ആ ഒരു 1 month നമ്മൾ റൂട്ടീൻ ഫോളോ ചെയ്ത് ബെറ്റർ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആ 1 week ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓൾറെഡി ഉണ്ട്. നമ്മൾ ഓൾറെഡി ബോഡിയിൽ ആ ഒരു പോസിറ്റീവ് എനർജി, ഹെൽത്ത് ഇതെല്ലാം നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 1 week കൊണ്ട് അത് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി വരുമ്പോഴാണ് അതിന് ഇഷ്യൂസ് ഉള്ളത്. പിന്നെ അതേപോലെ ഇപ്പം ഡോക്ടർ പറഞ്ഞു വെച്ചിട്ട് നമുക്കൊരു പരിധി വരെ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളെങ്ങനെയാണ്, ഇവർക്കും പല രീതികൾ കാണുമല്ലോ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ മാനേജ് ചെയ്യുന്ന രീതിയും തീർച്ചയായിട്ടും ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡോക്ടറിനും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് മറ്റൊരു ഐഡിയ കൂടെ കിട്ടുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. ഇപ്പോൾ ഈ നേഴ്സുമാരുടെ കാര്യം പറഞ്ഞത് കണ്ടിന്യൂഷനായിട്ട് തന്നെ പറയുകയാണ്. നമ്മൾ കണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളൊന്നാണ് അവർക്ക് ഷോൾഡർ പെയിന്, മുട്ടിന് വേദന, നടുവിന് വേദന. പലപ്പോഴും ഇവർക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാറുണ്ട് ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻ്റ് ലിഫ്റ്റിംഗ് ഒക്കെ വന്നിരിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഈ ഷോൾഡർ പെയിനാണ് മെയിനായിട്ട് ആൾക്കാർ പറയുന്നത്. അവർ പലപ്പോഴും നാട്ടിൽ പോയാണ് ഈ ഷോൾഡർ പെയിന്, ബോഡി പെയിനൊക്കെ വന്നു കഴിയുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് പലർക്കും എല്ലാവരെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നാട്ടിൽ പോകണം, സമയം കിട്ടണം, നമുക്ക് വേദന ഉള്ളപ്പോൾ ആയിരിക്കില്ല നമുക്ക് പോകാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇനി ഒരു കണ്ടിന്യൂവേഷനും വേണമല്ലോ. ഇപ്പോൾ നാട്ടിൽ പോയി 2 ആഴ്ചത്തെ ചെയ്തു, തിരിച്ചിവിടെ വന്നു, ഒരാഴ്ചയൊന്നും കുഴപ്പമില്ല, 2ാമത്തെ ആഴ്ച 3ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പിന്നെ ബാക്ക് ടു നോർമൽ നമ്മുടെ ഡെയിലി റൂട്ടീനിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ആ വേദനയൊക്കെ തിരിച്ചു വരാറുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഡോക്ടറിനെ പോലെയുള്ള ഇവിടെ ക്ലിനിക്കുള്ള
എന്തുമാത്രം ഗുണകരമാണ്, അവർക്കതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്പോൾ കുറേ പേര് നേഴ്സുമാർ വരാറുണ്ട് ഇതേപോലെ ഷോൾഡർ ഇഷ്യൂസ്, ബാക്ക് പെയിൻ, ഇത് രണ്ടും അത്രയും കോമൺ ആണ്. ജിൽസ് പറഞ്ഞ പോലെ തന്നെ ഇത് പേഷ്യൻ്റ് ലിഫ്റ്റിങ്ങിൽ കുറേ ഇത് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഒന്ന് ഇപ്പോൾ ചിലർ ഇതേപോലെ അവർക്ക് നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ഒക്കെ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വരും. അവർ ചെയ്തിട്ട് എനിക്ക് ആക്ച്വലി ഇവിടെ വരുന്ന ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ കുറച്ച് പേര് നാട്ടിൽ പോയി ചെയ്യുന്നവരുണ്ട്. നാട്ടിൽ പോയി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് ആൾക്കാരാണെങ്കിൽ അവർ അത് കഴിഞ്ഞിട്ട് ഒരു 1 in 2 months അല്ലെങ്കിൽ 1 in 3 months അല്ലെങ്കിൽ ഇപ്പോൾ ഇനി അവരുടെ ഹെൽത്ത് ഇഷ്യൂ പോലെ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ 1 a month നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരൊറ്റ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ കുറേ ആയി വേഴ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനൊരു 2 വീക്സ് ഒക്കെ എടുത്താലേ നമുക്കത് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഒരു വീക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലത്തെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മസിൽ സ്റ്റിഫ്നെസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ റിലീസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ചെറിയ ഇപ്പോൾ ഈ ഹെർബൽ ഓയിൽസ് അതാണ് ആയുർവേദ മസാജിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതായത് നമ്മൾ ഹെർബൽ ഓയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഹെർബൽ ഓയിൽസിൽ തന്നെ കുറേ ഹെർബ്സ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഹെർബ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ആ പ്രോപ്പർ പോയിന്റിൽ പിന്നെ ആയുർവേദ മസാജിൻ്റെ വേറൊരു ഇതാണ് എനർജി പോയിൻറ്റ്സ് ആണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു മസിൽ റിലീസ് മാത്രമല്ല. അപ്പോൾ ആ എനർജി പോയിൻ്റ് റിലീസ്, മസിൽ റിലീസ്, അങ്ങനെയൊക്കെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് കുറേ ബെറ്റർ ആവും. നമ്മൾ ആ വേഴ്സ് സ്റ്റേജിലേക്ക് പോകാൻ നമ്മൾ ബോഡിയെ അലൗ ചെയ്യുന്നില്ല. അതിന് മുൻപേ നമ്മളത് ബെറ്റർ ആക്കി എടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നാട്ടുന്നവർ ചിലപ്പോൾ പറഞ്ഞു വിടുന്നൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇവിടെ വരുമ്പോൾ ആൾക്കാർ മറന്നു പോകുന്ന കാര്യമാണ് സ്ട്രെച്ചസ്. അതായത് ഡെയിലി റെഗുലർ സ്ട്രെച്ചസ് ചെയ്യേണ്ടത്, ഷോൾഡർ സ്ട്രെച്ചസ്, നെക്ക് സ്ട്രെച്ചസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അവരുടെ പിന്നെ സ്ട്രെച്ചസ് മാത്രമല്ല, ഞാനത് നമ്മുടെ മലയാളീസിൻ്റെ മലയാളീസ് മാത്രമല്ല ഇന്ത്യൻസ് അങ്ങനത്തെ വേറൊരു ഇത് കണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ ഓക്കെ എക്സസൈസൊക്കെ ചെയ്യണം, നമ്മൾ ഹെൽത്തി ആവണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വാക്ക് ചെയ്തു തുടങ്ങും. നമ്മൾ വാക്ക് ചെയ്യും. വാക്ക് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഓക്കെയാണ്, നമ്മൾ കുറേയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ചിലപ്പോൾ ആൾക്കാർ യോഗ ചെയ്യും, അല്ലെങ്കിൽ വാക്കിങ്, യോഗ. ഇത് രണ്ടും കൊണ്ട് ചിലപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇത് രണ്ടും നല്ല എക്സസൈസസ് ആണ്, നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ലെവലാണ് സ്ട്രെങ്തനിങ്. ആ സ്ട്രെങ്തനിങ് ആസ്പെക്റ്റ് കുറേ പേർക്ക് നമുക്ക് സമയം കിട്ടുന്നില്ല, നമ്മൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ അധികം ഫോക്കസ്ഡ് അല്ല. ഈ നമ്മളുടെ ഏജ് കൂടി വരുന്തോറും നമ്മുടെ മസിൽ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മുടെ ഈ ജോയിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കവിടെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് പിന്നെയും ഈ പെയിൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഏത് ജോയിൻ്റ് ആണെങ്കിലും, ഷോൾഡർ ജോയിൻ്റ് ആണെങ്കിൽ ആ ജോയിൻ്റ്, ആ മസിൽസ്, അതിൻ്റെ അഡ്ജസൻറ്റ് മസിൽസ്, ഇപ്പോൾ ഈ ഷോൾഡറിൻ്റെ ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടുള്ളത് നെക്ക് മസിൽസ്, അതേപോലെ അപ്പർ ബാക്ക് മസിൽസ്, കയ്യിലേക്കുള്ള മസിൽസ്, ഇത്രയും മസിൽസ് സ്ട്രോങ്ങും അതേപോലെ ഫ്ലെക്സിബിളും ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഷോൾഡർ ജോയിൻറ്റ് സ്ട്രോങ് ആവുന്നുള്ളൂ. അപ്പോൾ അതാണ് ഒരു കാര്യം. നമ്മൾ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്കത് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പിന്നെയും വരും. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 50% നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ഡെയിലി നമ്മളത് ഫ്ലെക്സിബിളായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലാത്തവരും അതെ. ഇപ്പം സെഡൻറ്ററി എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ IT ഫീൽഡാണെങ്കിൽ അവർ ഇരിക്കുന്നേ ഉള്ളൂ, അവർക്ക് ലിഫ്റ്റിംഗ് ഒന്നും വരുന്നില്ല. പക്ഷേ അവർക്കും കുറേ ഷോൾഡർ ഇഷ്യൂസ് ഉണ്ട്, കാരണം പോസ്ചർ കറക്റ്റ് അല്ലാത്തത് കൊണ്ട്. അപ്പോൾ പോസ്ചർ മെയിൻ്റനൻസ്, പിന്നെ സ്ട്രെച്ചിങ്, റെഗുലർ സ്ട്രെച്ചിങ്. പോസ്ചർ മെയിൻ്റനൻസിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, കിടക്കുമ്പോൾ ഉള്ള പൊസിഷൻ. നമ്മൾ ഇപ്പോൾ കുറേ നാൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു ഫേവറേറ്റ് സൈഡ് ഉണ്ട്, എപ്പോഴും ഒരേ രീതിയിലല്ല. അതെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ജോയിൻറ്റിലേക്കാണ് നമ്മുടെ ഹോൾ ബോഡി വെയിറ്റ് വരുന്നത്. അപ്പോൾ ആ ജോയിൻറ്റിന് ഇപ്പോൾ ഓൾറെഡി അതൊരു വീക്ക് ജോയിൻ്റ് ആണ്, ഇഞ്ചുവേർഡ് ജോയിൻ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. ഇനി അതല്ല, ഇപ്പോൾ പൊതുവേ കണ്ടിരിക്കുന്നത് ഓൾറെഡി ലെഫ്റ്റ് ഷോൾഡറിന് ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ആൾക്കാർ റൈറ്റ് കൊണ്ട് കൂടുതൽ ചെയ്ത് ഈ റൈറ്റ് ജോയിൻറ്റിനും കൂടെ അടുത്ത് പെയിൻ വരും. ഇതിപ്പോൾ ഇങ്ങനെ ഈ പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഈ ഐഫോൺ എന്നല്ല, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കും, ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യണം. ഇപ്പോൾ പോസ്റ്റർ ശരിയല്ലാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഈ നെക്കിൻ്റെ ഇവിടെ പെയിൻ വരിക, അതേപോലെ തന്നെ ഒരു നമ്നെസ് ഫീൽ ചെയ്യുക, അത് നേരെ താഴെ വരെയൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? അത് വേണമെങ്കിൽ അത് തന്നെയായിരിക്കും ചിലപ്പോൾ ആൾക്കാർ കാലേക്കൂടെ വരുന്നതും ഈ സെയിം വരുന്നതും കാലിലേക്ക് വരുന്നത് ലോവർ ബാക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്.
അതാണ് സയാറ്റിക്ക എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതെന്ത് ചെയ്യാൻ പറ്റും? കാരണം അതൊരു മോഡേൺ ആയിട്ടുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ കണ്ടുവരുന്നൊരു അസുഖമായിരിക്കും ഈ പോസ്റ്ററൽ ഇഷ്യൂസ്, സ്പെഷ്യലി ഈ ഫോണിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഫോണിൽ ഇങ്ങനെയാണ് പോകുന്നത്. അതെ പോസ്റ്ററൽ ഇഷ്യൂസിന് നമുക്ക് ഒരു കാര്യം, നമുക്ക് പോസ്റ്റർ കറക്ഷൻ ബാൻഡ്സ് അവൈലബിൾ ആണ്, നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ പോസ്റ്റർ കറക്ഷൻ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റർ മെയിനായിട്ട് നമ്മുടെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. പിന്നെ അതേപോലെ ഷോൾഡേഴ്സ് വൈഡ് ഓപ്പൺ, അതായത് അപ്പ് ബാക്ക് ഡൗൺ, അതാണ് നമ്മുടെ ഷോൾഡറിന്റെ പൊസിഷൻ. ഞാൻ ആക്ച്വലി ചിലപ്പോൾ പേഷ്യൻസിനോട് പറയുമ്പോൾ അവർ ഇതൊരു വിയേർഡ് പൊസിഷൻ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന്, കാരണം നമ്മൾ അതിന് യൂസ് ടു അല്ല. അപ്പം നമ്മളൊരു ചെറിയ സ്ലൗച്ച് ചെയ്തിരുന്നിട്ടാണ് നമുക്കത് ഒരു ശീലം. അപ്പം ബാക്ക് ബോൺ സ്ട്രേറ്റ്, നമ്മളിപ്പോൾ ഒരു ലീൻ ബാക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അതല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റർ, നമ്മുടെ ഒരു വർക്കിംഗ് പൊസിഷൻ അല്ലെങ്കിൽ അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് നമ്മുടെ റൈറ്റ് പൊസിഷൻ. ആ പോസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒന്ന്, ഞാനിപ്പോൾ ചിലരോടൊക്കെ പറയാറുണ്ട്, ഫാമിലി മെമ്പേഴ്സിനോട് പറയണം, ഞാൻ സ്ലൗച്ച് ചെയ്യുകയാണെങ്കിൽ എന്നെ റിമൈൻഡ് ചെയ്യിക്കണം എന്ന് പറയാറുണ്ട്. അതല്ല മറന്നുപോകും. പിന്നെ അതല്ലെങ്കിൽ ഇതേപോലെ പോസ്റ്റർ കറക്ഷൻ ബാൻഡ്സ് ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ഐ ലെവലിൽ വെച്ചിട്ട്, ഇപ്പം നമ്മൾ മൊബൈൽ കാണുന്നത് ഇറ്റ്സ് ഓക്കെ, പക്ഷേ നമ്മളത് മൊബൈൽ കുറച്ച് നമ്മൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് ഒരു ഐ ലെവലിൽ കീപ്പ് ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ബെറ്റർ ആണ്. പിന്നെ പോസ്റ്ററിൻ്റെ വേറെ കാര്യമാണ്, ഒന്ന് നമ്മുടെ നമ്മൾ മൊബൈൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള പൊസിഷൻ, വേറൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിടക്കുന്ന പൊസിഷൻ. അപ്പോൾ ഈ നെക്ക് ആൻഡ് ഷോൾഡർ ഇഷ്യൂസിന് എപ്പോഴും നമ്മുടെ ബാക്ക്, നമ്മുടെ ഓൺ യുവർ ബാക്ക് കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നേരെ കൈയൊക്കെ താഴെ വെച്ച് നമ്മൾ അങ്ങനെ കിടക്കുന്നതാണ് നമ്മുടെ എന്ത് ഷോൾഡർ ഇഷ്യൂ ഉണ്ടെങ്കിലും അത് കറക്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ. ഒരു കാര്യം ചോദിക്കട്ടെ, സോറി കേട്ടോ. ഇല്ല പറഞ്ഞോളൂ. അപ്പം നമ്മൾ പല ആൾക്കാരും ചിലർ സൈഡിലേക്ക് കിടക്കുന്നവരുണ്ട്, ചിലർ വളഞ്ഞു കിടക്കുന്നവരുണ്ട്, ചിലർ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നവരുണ്ട്, ചിലർ തലയണ വെച്ച് കിടക്കുന്നുണ്ട്, വെക്കാതെ കിടക്കുന്നുണ്ട്. ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു? അതെ, നമ്മളിപ്പോൾ ഒരു ഡൈജഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവർക്ക് നെക്ക് ആൻഡ് ഷോൾഡറിന് ഒരു ഇഷ്യൂ ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഡൈജഷന് കുറച്ചും കൂടെ ബെറ്റർ എന്ന് നമ്മൾ പറയും. പക്ഷേ വേറൊരു കാര്യം, എനിക്കതിലൊരു ക്ലോസ് ആണ്, അതിന് നമ്മൾ ആ ഒരു സൈഡിൽ മാത്രമേ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ ആവരുത്. കാരണം ഞാനിപ്പോൾ കുറേ പേരെ കണ്ടിട്ടുള്ളതിൽ എല്ലാവരുടെയും ഒരു പ്രോബ്ലം അതാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരുമ്പോൾ അവർക്ക് ഉറക്കം വരുന്നില്ല. ഒന്നാമത് നമുക്ക് പെയിൻ കൊണ്ട് ഉറക്കം വരുന്നില്ല, അതിൻ്റെ കൂടെ നമ്മുടെ പോസ്ചർ, നമ്മുടെ ഫേവറേറ്റ് പൊസിഷനിലല്ല നമുക്ക് കിടക്കുന്നത്, അതുകൊണ്ടും നമുക്ക് ഉറക്കം. അപ്പോൾ ഒരു ബെസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേഫ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ യുവർ ബാക്ക് പൊസിഷൻ, അത് അങ്ങനെ കിടക്കുക. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞ് കിടക്കാം. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു റൈറ്റ് സൈഡിൽ ഷോൾഡർ ജോയിൻറ്റിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കിടക്കരുത്. സാധാരണ ഞാൻ പറയാറുള്ളത് 80% നേരെ കിടക്കുക, എന്നിട്ടൊരു 20% നിങ്ങളുടെ ഇഞ്ചുറി ഇല്ലാത്ത സൈഡിലേക്ക് വേണമെങ്കിൽ കിടക്കാം. അതാണ് ഒരു നെക്ക് ആൻഡ് ഷോൾഡർ ഇഷ്യൂസിൻ്റെ ഇത്. പിന്നെ ഇപ്പോൾ ലോവർ ബാക്ക് പറയുകയാണെങ്കിൽ, ലോവർ ബാക്ക് പെയിനും ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഹിപ്പിലോ എവിടെയെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അധികം മോസ്റ്റ്ലി നേരെ കിടക്കുന്നതാണ് ജോയിൻറ്റ് ഇഷ്യൂസ് വെച്ച് പറയുകയാണെങ്കിൽ സേഫസ്റ്റ്. അതെ, ബ്രീത്തിങ്ങിൽ അത് വേറൊരു ഇഷ്യൂ. സ്ലീപ്പ് ആപ്നിയ ഉള്ളവരുണ്ട്, സ്ലീപ്പ് ആപ്നിയ ഉള്ളവർക്ക് അതാണ് വേറൊരു പ്രോബ്ലം, അവർക്ക് നേരെ കിടക്കാൻ പറ്റില്ല. സ്ലീപ്പ് ആപ്നിയ ഉള്ളവർക്ക് നേരെ കിടക്കുമ്പോൾ അവർക്കൊരു ബ്രീത്തിങ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വരും. അതെ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ അവരെ സൈഡ് ചെരിഞ്ഞേ കിടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇഞ്ചുവേർഡ് അല്ലാത്ത സൈഡ് ചെരിഞ്ഞ് കിടക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ CPAP മെഷീൻസ് ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഡോക്ടർ പറയുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള ഇഞ്ചുറി കാര്യങ്ങളൊക്കെ വരുന്നവർ നന്നായിട്ട് പോസ്റ്റർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് ഇതിന് ആവശ്യമാണ്. മീൻസ് അതിൻ്റെ സ്ട്രെച്ചിങ്ങും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അത് നമുക്ക് നാട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കുള്ള സിറ്റുവേഷൻ കാര്യങ്ങളുള്ളതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്ന് ഡോക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു. അതെ, നമുക്കിപ്പോൾ ഒരു ലോവർ ബാക്ക് പെയിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് കടീവസ്തി എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ലോവർ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസ്ക് സ്റ്റെനോസിസ്, നമ്മുടെ ഇത് ഒന്ന് അകന്നു പോകുന്നത്, പിന്നെ അതിന് നമ്മൾ പ്രൊലാപ്സ് പോലെ വരുന്നത് ഡിസ്കിൻ്റെ കേസസിൽ, അതിലൊക്കെ നമുക്ക് ഈ കടീവസ്തി അല്ലെങ്കിൽ ധാര, നമ്മൾ നാട്ടിൽ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റ്സും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അല്ല, അതായത് ഇപ്പം ഉഴിച്ചിലെന്ന് പറയുന്ന അഭ്യംഗ മസാജ് എന്നാണ് പറയുന്നത്, പിന്നെ ധാരകൾ, കിഴി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ
എന്താ പറയുക, ശിരോധാര. നമ്മളിപ്പോൾ സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വണ്ടർഫുൾ ട്രീറ്റ്മെൻ്റ് ആണ് ശിരോധാര. അതെ, നമ്മളിവിടെ ഓയിൽ ഫ്ലോ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ആ ട്രീറ്റ്മെൻറ്റ്സ്. അതെ അതെ, ആ ട്രീറ്റ്മെൻറ്റ്സ്. പിന്നെ സ്വേദന അല്ലെങ്കിൽ ഹെർബൽ സ്റ്റീം, നമ്മൾ ഈ മസാജ് കഴിഞ്ഞിട്ട് നമ്മൾ ഹെർബ് വെച്ചിട്ടുള്ള സ്റ്റീം. പിന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ്, ഡീറ്റോക്സ് ട്രീറ്റ്മെൻറ്റ്സ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റ്സും നമ്മളിവിടെ ചെയ്യും. സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡോക്ടറിനെ വിളിക്കാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ് എടുക്കുക, ഇവിടെ വന്ന് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിനെ പറ്റുന്ന ക്ലിനിക്കാണ് ഇവിടെ ഉള്ളത്. പിന്നെ നിങ്ങളെങ്ങനെയാണ് ഈ നടുവേദനയോ കൈക്ക് ഷോൾഡർ വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എങ്ങനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. മറ്റുള്ള ആൾക്കാർക്ക് അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. ഇപ്പോൾ ഇത് കൂടാതെ ഇപ്പം മെൽബണിൽ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് ഡോക്ടർ ആദ്യം പറഞ്ഞ പോലെ തന്നെ എക്സിമ ഒരുപാട് ആൾക്കാർക്കുണ്ട്. അത് പിള്ളേർക്കും അത് വളരെ ദുഃഖകരമാണ് എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞു പിള്ളേർ ഉണ്ടായി വരുമ്പോൾ തൊട്ടുന്ന എക്സിമ ഉണ്ടാവുക, അതേപോലെ തന്നെ പല പല അലർജികൾ, ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല, പാല് കുടിക്കാൻ പറ്റില്ല, നട്ട്സ് കഴിക്കാൻ പറ്റില്ല, ഈവൻ കുക്കുംബർ പോലും പല ആൾക്കാർക്കും അതിൻ്റെ അലർജി പോലും ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മുടെ പിള്ളേർക്ക് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്? അത് വേറെ എന്തിൻ്റെയും സിംറ്റമാണോ, അതോ നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും? ഒരു ഹോം റെമഡിയാണ് ചോദിക്കുന്നത്, അല്ല നമുക്കിപ്പം ഒരു എക്സിമയുടെ ഒരു ഫണ്ടമെൻ്റൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനെസ് വരാതെ നോക്കുക എന്നുള്ളത്. മോയ്സ്ചറൈസറാണ് ഒരു ബേസിക് റൂൾ. അതായത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ്, ഇപ്പോൾ അവർ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ ക്രീംസോ മോയ്സ്ചറൈസറോ കാണും. അത് നമ്മൾ റെഗുലർ ഇൻ്റർവെല്ലിൽ മോയ്സ്ചറൈസ് ചെയ്യാം. അതായത് നമ്മളൊരു ചെറിയ ഡ്രൈനെസ് വന്നാൽ തന്നെ, ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൽബൺ വാത പ്രിഡോമിനൻറ്റ്, അതായത് വിൻഡ് അല്ലെങ്കിൽ കോൾഡ് പ്രിഡോമിനൻറ്റ് പ്ലേസ് ആണ്. അവിടെ എക്സിമയ്ക്കുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പോലെ, അതും ഞാൻ വാത ബോഡി ടൈപ്പുകാർക്ക് വരാൻ ചാൻസ് ഉള്ളൊരു അസുഖമാണ് ഈ എക്സിമ. മറ്റ് പിത്ത ആൻഡ് കഫ ബോഡി ടൈപ്പുകാർക്ക് അത് വരാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ നമുക്ക് എല്ലാവർക്കും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. നമ്മളുടെ ആ ബോഡി ടൈപ്പുകാരുടെ ഒരു വീക്കസ്റ്റ് പാർട്ടാണ് ഈ എക്സിമ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. ആ ഡ്രൈ സ്കിന്നുള്ളവർ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ജനിച്ച ഉടനെയുള്ള കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്, കുറച്ചും കൂടെ അത് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേജിൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഹൈഡ്രേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഫാക്ടറാണ്. അപ്പം നല്ലപോലെ വെള്ളം കുടിക്കുന്നത്. പിന്നെ ആയുർവേദത്തിൽ സ്കിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ഗട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ മോസ്റ്റ്ലി എല്ലാ അസുഖങ്ങളുടെയും റൂട്ട് കോസ് ഉള്ളത് ഗട്ടിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഗട്ടിൻ്റെ ക്ലിയറൻസ്, ഇപ്പം അധികം ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ എന്താ പറയുക ഫ്രൈഡ് ഫുഡ്, അങ്ങനത്തെയൊക്കെ എല്ലാ, പിന്നെ സ്പൈസി, സോൾട്ടി, സ്വീറ്റും. ആക്ച്വലി സ്വീറ്റിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ബോഡിയിൽ ഡാംപ്നെസ് ഉണ്ടാക്കും. ഡാംപ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ ഒരു ഫംഗസ് ഫോമേഷൻ നമുക്ക് അതിനെ പറയാം. അതാണ് ആ സ്വീറ്റിൻ്റെ ഒരു പ്രോബ്ലം. സ്പൈസി ഫുഡ് എന്ന് വെച്ചാൽ ബോഡിയുടെ ഹീറ്റ് കൂട്ടും. ഈ ഹീറ്റ് കൂടുതലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പോൾ നമ്മൾ ഈ ആയുർവേദത്തിൽ ഈ വാതം പിത്തം കഫം എന്ന് ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ നേച്ചർ, നമ്മുടെ ആയുർവേദം പറയുന്നത് നമ്മുടെ ബോഡി നേച്ചറിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. നമ്മുടെ ബോഡിയിലുള്ള സൺ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള പിത്തം ഫയർ, അത് നമ്മുടെ എൻവയൺമെൻറ്റിലുള്ള സണ്ണിനെ പോലെയാണ്. അതായത് സൺ കൂടുമ്പോൾ അവിടെ ഡ്രൈനെസ്സിന് ചാൻസസ് കൂടുതലാണ്, ഡ്രൈനെസ് ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹീറ്റിംഗ് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കുന്നത്, ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബോഡിയിൽ ഡ്രൈനെസ് കൂട്ടും. പിന്നെ അതേപോലെ സോൾട്ട് കൂടുതൽ കഴിക്കുന്നത് ഇത് എക്സിമയാണ്. ഇതൊന്നുമില്ലാതെ ചെറിയ കുട്ടികൾക്ക് വരുന്നതിൽ, ഞാനിപ്പോൾ ഇതൊന്നും ചെയ്തത് കൊണ്ടല്ല കുട്ടികൾക്ക് വരുന്നത്, പക്ഷേ കുട്ടികളുടെ ഒരു ഫീച്ചർ ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്ന, ഒന്ന് നമ്മൾ ജനിക്കുന്ന സ്ഥലം, പിന്നെ ഒന്ന് കുറച്ച് ജെനറ്റിക് ഫാക്ടേഴ്സ്. ഈ രണ്ട് ഫാക്ടറും കൂടെ കൂടിയിട്ടാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്യൂസ് കാണുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കതിനെ ബെറ്റർ ആക്കി എടുക്കാൻ ഒന്ന് മോയ്സ്ചറൈസർ, വെള്ളം കുടിക്കുന്നത്, ഹെൽത്തി ഡയറ്റ് കഴിക്കുന്നത്, അതാണ് കുട്ടികളുടെ കേസിൽ. കാരണം കുട്ടികളാകുമ്പോൾ അവർ ഈ ഫിംഗർ നെയിൽസ് വെച്ചിട്ട് അവരിങ്ങനെ സ്ക്രാച്ച് ചെയ്യും. അപ്പോൾ അത് പിന്നെ അവിടെ ചെറിയൊരു വൂണ്ട് ഫോം ചെയ്ത് അത് പിന്നെയും അടുത്ത ലെവലിലേക്ക് പോകും. അതുകൊണ്ടാണ് ആ മോയ്സ്ചറൈസറിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ അത്രയ്ക്ക് അധികം വരുന്നത്. താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഡോക്ടർ സ്റ്റോമി ഇവിടെ മെൽബണിൽ
ആണ് ക്ലിനിക്കുള്ളത്. ആയുർവേദ ഹോസ്പിറ്റൽ അത് ക്ലിനിക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. ആയുർ ഹെർബ്സ് എന്നാണ് ക്ലിനിക്കിൻ്റെ പേര്. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ലൈഫിന് വേണ്ടി തീർച്ചയായിട്ടും ഡോക്ടറിനെ വിളിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആൾക്കാർ ഷോൾഡർ പെയിന്, നടുവേദന, അതേപോലെ ഗട്ടിൻ്റെ പ്രശ്നങ്ങൾ, എക്സിമ ഉള്ള ആൾക്കാർ, തലവേദനയുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചെറിയൊരു തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി തീർച്ചയായിട്ടും ഡോക്ടറെ വിളിക്കണം. അപ്പോൾ ഡോക്ടർ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളതേ കൊണ്ട് ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ, തീർച്ചയായിട്ടും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നല്ലൊരു ലൈഫ് ഓസ്ട്രേലിയയിൽ അടിച്ചുപൊളിയായിട്ട്, ഓസ്ട്രേലിയ മാത്രമായിട്ട് ഓൾ ഓവർ വേൾഡിൽ മലയാളികളെല്ലാം അടിപൊളിയായിട്ട് ജീവിക്കണം. എല്ലാവരോടും ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യാമെന്നാണ്. നമ്മളെല്ലാവരും ബിസിയാണ്, നമ്മുടെ വർക്കിൽ ബിസിയാണ്, എല്ലാത്തിലും ബിസിയാണ്. പക്ഷേ നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് ബാക്കി ഒന്നും നമുക്ക് ഉണ്ടായിട്ടും കാര്യമില്ല. എപ്പോഴും നിങ്ങൾക്ക് ബാക്കി എല്ലാം നിങ്ങൾ ട്രൈ ചെയ്തോ, ഫിസിയോ, കൈറോ, ഓസ്റ്റിയോ, വെസ്റ്റേൺ മെഡിസിൻ എല്ലാം നമുക്ക് വേണം. അതിൻ്റെ കൂടെ ഒന്നും ചെയ്തിട്ടും ബെറ്റർ ആവുന്നില്ലെങ്കിൽ ആയുർവേദ മെൽബണിലുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അത്രയേ ഉള്ളൂ. താങ്ക് യു.